Amis. Hello everyone. Hello everyone. എൻ്റെ പേര് ആമിസ്. Hello everyone. You can call me Ami, and I'm here to announce that I have started one YouTube channel. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് സ്റ്റെപ്പ് വിത്ത് ആമിസ്. എൻ്റെ ഡെയിലി റൊട്ടീൻസ്, അതുപോലെ ഫിറ്റ്നസ് ജേണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ മെയിനായിട്ടുള്ള കോണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് ഡെയിലി റൊട്ടീൻസ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, അതേപോലെ ഫൺ വീഡിയോസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഫിറ്റ്നസ് ചലഞ്ചസ്, അതേപോലെ ഫിറ്റ്നസ് ജേണി വരത്തുള്ള. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ നാടെന്ന് പറയുന്നത് ആലപ്പുഴയാണ്, മാവേലിക്കര ബീച്ചാണ്. അപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ആസ് എവറി ഗേൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഈ ഒരു യൂട്യൂബിലൂടെ എല്ലാവർക്കും എത്തിക്കണം. സോ ഞാനിപ്പോൾ കറൻ്റ് വർക്കിങ്ങും കൂടി ആയപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ഫിറ്റ്നസ് ആയിട്ടുള്ള റിലേറ്റഡ് വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ബാക്കിയുള്ളവരോടും കൂടെ നമുക്ക് കൊണ്ടുവരാമല്ലോ. അങ്ങനെ ഒരു ഇതാക്കി ആക്കാവുന്ന എനിക്കറിഞ്ഞൂടാ. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് സോ ഫോട്ടോജെനിക്. എനിക്കങ്ങനെ ഒരു വീഡിയോ പേഴ്സൺ അങ്ങനെ ഒരാളല്ല ഞാൻ. സോ എനിക്ക് അതിൻ്റെതായ കുറവുകളുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ലൈക്ക് ഐ നീഡ് യുവർ സപ്പോർട്ട്. ആൻഡ് ഞാൻ ഇനിയുള്ള വീഡിയോസുകളിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇഫ് യു വാണ്ട് പേഴ്സണൽ ക്ലാസ്സസ് ലൈക്ക് ഫിറ്റ്നസ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിങ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സൂംബ എറോബിക്സിലൊക്കെയാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഫിറ്റ്നസ് ക്ലാസ്സിൽ ഞാൻ വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. എന്തായാലും ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ചാനൽ തുടങ്ങുന്നത്. ഓൾറെഡി ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് പെൺകുട്ടികളെ പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. സോ എന്തായാലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഐ ആം വർക്കിംഗ് ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ. സോ ഞാനിപ്പോൾ ഐ ഗോട്ട് എ തോട്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിറ്റ്നസ് കണ്ടൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ചാനൽ കുറച്ച് ഇതാക്കി കൊണ്ടുവരണം എന്നാണ്. എൻ്റെ വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫിറ്റായിട്ടിരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല. അതിൻ്റെ കൂടെ ഡയറ്റ് ഫോളോ എങ്കിൽ ഡയറ്റിൻ്റെ പ്ലാനും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ DM മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് ഡയറ്റ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അതിലും ഞാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം കൂടുതലായി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറോബിക്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എയറോബിക്സും സൂംബയുമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെയും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡാൻസ്, ഫിറ്റ്നസ്, വർക്കൗട്ട് എന്ന്. ഇനി പോകുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഈ വീഡിയോ എത്ര ക്ലിയർ ആണ്, ഓഡിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇതാവും. മുന്നോട്ട് തോറും ഇതിനെക്കാട്ടിലും ബെറ്ററായി വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുമായിട്ട് അത്ര ഒരു ഫെമിലിയർ അല്ല, ബട്ട് എനിക്ക് ഉറപ്പാണ് മുന്നോട്ട് തോറും നല്ലതായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സും ഈ ചാനലിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിനൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി ഫോർ ദാറ്റ്. ആൻഡ് അത്രയേ ഉള്ളൂ. രാത്രിയും കൂടി ആയതുകൊണ്ട് മറ്റേ ചീവീടെല്ലാം ചിലയ്ക്കുന്ന ഒരു സൗണ്ടും കൂടി കേൾക്കുന്നുണ്ട്. പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ്റെ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഫാൻ ഓഫാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയറായിട്ട് അത് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും എൻ്റെ കാര്യങ്ങൾ. സോ